അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ ജി സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി CPIM പ്രവർത്തകർ. പാടശേഖര സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. CPIM വിമർശനം ഉന്നയിച്ചപ്പോഴാണ് സദസ്സിലുണ്ടായിരുന്ന ചില പ്രവർത്തകർ എതിർപ്പ് അറിയിച്ചത്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ സുരേന്ദ്രൻ, ഇപ്പോൾ ജി സുധാകരനെതിരെ വ്യാപക വിമർശനം പ്രത്യക്ഷമായും പരോക്ഷമായും കൊണ്ടുവരികയാണ് CPIM. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അമ്പലപ്പുഴയിലെ പരിപാടിയിലും പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ലിനിഷ, ഏതായാലും കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതാക്കന്മാരെ ജി സുധാകരൻ ഇவ்விധം ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഉണ്ടായാൽ മുൻകാലങ്ങളിൽ പാർട്ടി, അതായത് ജി സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ സ്വീകരിച്ച മാർഗങ്ങൾ തന്നെ സ്വീകരിക്കും. അണികൾ കണ്ടു നിൽക്കില്ല. അവർ ഏതെങ്കിലും തരത്തിൽ കൈകാര്യം എല്ലാം ചോദിക്കുന്ന ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം കണ്ട്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പാർട്ടി അണികളുടെ ഭാഗത്തുനിന്ന് ജി സുധാകരന്റെ പ്രസംഗങ്ങളും പരിപാടികളും എല്ലാം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതാണ് ഇപ്പോൾ അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്ത്, കൃത്യമായി പറഞ്ഞാൽ പുറക്കാട് കിഴക്ക് ഭാഗത്ത് വെച്ച് അവിടുത്തെ ഒരു വയലിന്റെ കരിങ്ക് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് 80 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നടപ്പിവെക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു. അവിടെ സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. സ്ഥലത്തെ MLA എന്ന നിലയിൽ അവിടെ എത്തി ഈ ഒരു കാര്യത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അതിനിടയിലാണ് 2 CPM പ്രവർത്തകർ ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനെതിരെ ശക്തമായി തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ജി സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി തന്നെ ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള യുദ്ധം അത് നേരത്തെ നേതൃതലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അമ്പലപ്പുഴയിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും ജി സുധാകരനും തമ്മിലേക്കുള്ള ഒരു വഴക്കായിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സ്പർദ്ധയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ കാണേണ്ടത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മേൽത്തട്ടിലുള്ള ഘടകങ്ങളുമായി മാത്രമാണ് ജി സുധാകരന്റെ തർക്കം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഈ ഘടകത്തെ ബോധിപ്പിക്കുവാൻ മേൽഘടകത്തിന് സാധിച്ചില്ല എന്നുള്ളതെല്ലാം പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഈ അമ്പലപ്പുഴയിലെ പരാജയവുമായി ബന്ധപ്പെട്ട CPM-നുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജി സുധാകരനെതിരായിട്ടുള്ള യുദ്ധം അത് മേൽഘടകം മാത്രമല്ല കീഴെ സാധാരണക്കാരായ അണികളിലുമുണ്ട് എന്ന് പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലിൻഷ, ശരി, നന്ദി അമൽ സുരേന്ദ്രൻ വിവരങ്ങൾക്ക്.